അവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ ഓഗസ്റ്റ് 4-ാം തീയതി തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്ന് ശിഖ സുരേന്ദ്രൻ IAS തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 2026 ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 2026 ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറും അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും പ്രളയബാധിത ക്യാമ്പുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 4/8/2026 ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 4/8/2026 അവധിയായിരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറും അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും എന്ന് മലപ്പുറം ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, മദ്രസകൾ, CBSE, ICSE സ്കൂളുകൾക്കെല്ലാം അവധി ബാധകമായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരുട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 4/8/2026 അവധി പ്രഖ്യാപിച്ചതായി കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമായിരിക്കുമെന്നും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്നും കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലും വയനാട് ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കിയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുകയാണ്. മഴക്കെടുതിയിൽ ഇതുവരെ 15 ആൾ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നവർക്കും 10,000 രൂപ നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിന് 2 പേർക്ക് എന്നുള്ള നിലയ്ക്ക് ദിവസവും 300 രൂപ വീതം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് താമസിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് SDRF ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും CMDRFിൽ നിന്നും 2 ലക്ഷം രൂപയും PMNRFിൽ നിന്നും 2 ലക്ഷം രൂപയും ചേർത്ത് 8 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കും. വീടുകൾ പൂർണ്ണമായും തകർന്നവർക്ക് തുക 4 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം രൂപയാക്കിയും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത് എത്രയാണ് എന്ന് ഉറപ്പുവരുത്തി അറിയിക്കാം എന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ദൂരെ.